പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. കർത്താവേ, നിന്റെ സ്നേഹം പെരുമഴ പോലെ ഞങ്ങളിലേക്ക് ഒഴുകണമേ. അവിടുന്ന് കോപിക്കരുതേ. രക്ഷയായിരിക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അവിടുത്തെ പരിശുദ്ധകരം ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ മേൽ വരണമേ. അവിടുന്ന് കോപം മായ്ച്ചു കളയണമേ. കർത്താവെ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ശ്രവിക്കാൻ പോകുന്ന വചനം ജെറമിയയുടെ പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനമാണ്. ഇന്നലെ ഞാൻ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മത്തായിയുടെ സുവിശേഷം അല്ലേ, മത്തായിയുടെ സുവിശേഷം. അപ്പോൾ ബാക്കി ഭാഗം നാളെ കേൾക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് ജപമാല കുടുംബ പ്രാർത്ഥന ചൊല്ലാനായിട്ട് ഇരുന്നപ്പോൾ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കൊരു സന്ദേശം കിട്ടി. ആ കുടുംബം വളരെയധികം അതമ്പതിച്ചിരിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തിന് വേണ്ടി ഞാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി പുത്രൻ്റെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ കുറേ വചനമൊക്കെ വെച്ച് ഞാൻ ആ കുടുംബത്തെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ കുരിശിൽ കിടക്കുന്ന മുറിവേറ്റ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന തിരിച്ചോരയാലും അവരെ കുടുംബത്തിലെ ഓരോ മുറികളും വാതിലുകളും കടലപ്പടികളെല്ലാം കഴുകണമേ നമ്മൾ പ്രാർത്ഥിച്ചു. വളരെ ശക്തമായിട്ട്. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ 20:18 എവിടെ 2-3 പേര് കൂടുന്ന അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. മത്തായി 18:18 പറയുന്നുണ്ട്. ആ വചനം വെച്ച് കർത്താവിൻ്റെ നാമത്തിലാണ് സമർപ്പിച്ച് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞ് ജപമാല ആ കുടുംബത്തിന് വേണ്ടി ഞാൻ വളരെയധികം ദാഹം സഹിച്ച് പ്രാർത്ഥിച്ചു. വേറൊരു സഹോദരൻ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ നാളെ ആയിരിക്കും ചൊല്ലുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ സമർപ്പിച്ച് ഒരുപാട് നേരം എല്ലാ ദിവസത്തേക്കാളും കൂടുതലായി ഇന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ വചനം വെച്ച് വായിക്കുന്ന വചനം വെച്ച് ബന്ധിച്ച് ഇങ്ങനെ കുറേ ഇങ്ങോട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ബൈബിൾ അടച്ച് തുറന്നപ്പോൾ കിട്ടിയ വചനമാണ് ജെറമിയയുടെ പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനം. വചനം ശ്രവിക്കാം. ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമമായിപ്പോയി. കാരണം കർത്താവ് ഒരു കോപിക്കുന്ന ഒരു വചനമായിപ്പോയി. കാരണം കർത്താവ് ഇടപെടുന്നില്ല. വചനം സത്യമാണ്. ആരാണ് വചനം? വചനം യേശുവാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഓരോ വചനത്തിൻ്റെയും വാക്ക് യേശുനാഥനാണ്. അത് ഉള്ളുരുകി ധ്യാനിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളോട് സംസാരിക്കും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വചനം നമ്മൾ തുറക്കണം, നടുവേ തുറക്കണം, സൈഡിൽ തുറക്കണം, പല വിധത്തിലും തുറക്കാം. അത് പരിശുദ്ധാത്മാവ് നമുക്ക് തുറന്നു തരാം. അത് കണ്ണ് എവിടെ പതിയുന്നോ അവിടെ വെച്ചിട്ട് വേണം വായിക്കാൻ. അപ്പം ഞാനിങ്ങനെ സമർപ്പിക്കുമ്പോൾ കർത്താവ് എന്നോട് സംസാരിക്കും. അങ്ങനെയാണ് ഞാൻ എടുക്കുന്ന വചനം. ഞാൻ തിരഞ്ഞെടുക്കില്ല ഒരിക്കലും. ഒരു വചനവും ഞാൻ തിരഞ്ഞെടുത്ത് നമ്മുടെ സുഖത്തിന് വേണ്ടി ഞാൻ വായിക്കില്ല. കർത്താവ് എന്താണ് സംസാരിക്കുന്നത് അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. അത് വെച്ചിട്ട് നമ്മൾ ധ്യാനിക്കണം. എന്താണ് ഇങ്ങനെയൊക്കെ വന്നത്, എന്തുകൊണ്ടാണ് കർത്താവ്? നമുക്ക് അവനുമായിട്ടൊരു സംസാരിക്കാൻ പറ്റും. അവനുമായിട്ടൊരു ബന്ധം നമുക്കുണ്ടെങ്കിൽ കർത്താവിനോട് ചോദിച്ചിട്ട് അല്പം കണ്ണീരൊക്കെ കഴിഞ്ഞ് കരഞ്ഞൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ജപമാല ചൊല്ലി തുറക്കുമ്പോൾ അതിന് അനുകൂലമായിട്ട് കർത്താവ് സംസാരിക്കും, വചനം സംസാരിക്കും നമ്മളോട്. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ ഈ വചനമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോണത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ശ്രമിക്കാം. ജെറമിയയുടെ പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മോശയും സാമുവേലും എൻ്റെ മുമ്പിൽ നിന്നും യാചിച്ചാൽ പോലും ഞാൻ ഈ ജനത്തിൻ്റെ നേർക്ക് ഞാൻ കരുണ കാണിക്കുകയില്ല. മോശയോടും സാമുവേലിനോടും പറയുന്ന കർത്താവ്. ആ മോശ എന്നുള്ളത് സാമുവേൽ എന്നുള്ളത് നമ്മുടെ കുടുംബത്തിലുള്ളവരെ തന്നെ കേട്ടോ. നമ്മളാണല്ലോ ഇപ്പോൾ അവർക്ക് ജപമാല ചൊല്ലിയത്. അപ്പം കർത്താവ് പറയണം, എന്താണ്? നീ എന്ത് തന്നെ യാചിച്ചാലും അവർക്ക് വേണ്ടി ഞാൻ കരുണ കാണിക്കുകയില്ല.
കർത്താവ് വാക്ക് പറഞ്ഞാൽ വാക്കാണ്, അതിൽ മാറ്റമില്ല. യേശുവേ നന്ദി, യേശുവേ ആരാധന. കാരണം വചനം സത്യമാണ്, വചനത്തിന് വള്ളി പുള്ളി മാറ്റാൻ പറ്റില്ല. ആ പറയണതിൻ്റെ വാക്ക് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒന്നാം ഭാഗ്യത്തിൽ തന്നെ വചനം ഞാനല്ല വായിച്ചത്, എൻ്റെ മകനാണ് വായിച്ചത്. അപ്പോൾ ഇപ്പം തന്നെ എനിക്ക് വളരെ വിഷമമായിപ്പോയി. കർത്താവ് പ്രാർത്ഥന കേൾക്കണില്ല, മുഖം തിരിച്ചിരിക്കുകയാണ്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്നാണ് കർത്താവ് പറയണത്. ഹല്ലേലൂയ. കരുണ കാണിക്കുകയില്ലെന്ന് കർത്താവ് അടിവരയിട്ട് പറയുന്നു. ഹല്ലേലൂയ. എൻ്റെ മുമ്പിൽ നിന്നും അവരെ പറഞ്ഞയക്കുക. ഞാൻ കർത്താവിന് സാക്ഷി നിർത്തി വചനം വായിക്കുകയാണ്, പ്രാർത്ഥന ചൊല്ലുകയാണ്. അവൻ്റെ അമ്മയോട് ചേർന്ന് വിമല ഹൃദയം വഴി ആ കുടുംബത്തെയും മക്കളെയൊക്കെ സമർപ്പിച്ചു. കർത്താവ് എന്താ പറയണതെന്ന് എനിക്ക്, എൻ്റെ മുമ്പിൽ നിന്നും പോകട്ടെ. എങ്ങോട്ട് പോകുമെന്ന് അവർ ചോദിച്ചാൽ നീ അവരോട് പറയണം, കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ കൺമുമ്പിൽ നിന്ന് അവർ പോകട്ടെ. എങ്ങോട്ടാ പോകേണ്ടതെന്നും കർത്താവ് പറയണുണ്ട്. ഹല്ലേലൂയ. നീ പറയണം, കർത്താവ് അരുളി ചെയ്യുന്നു. മഹാമാരിയുള്ളവർ മഹാമാരിയിലേക്കും, വാളിൽ ഉള്ളവർ വാൾ തലയിലേക്കും, പട്ടിണിക്കുള്ളവർ പട്ടിണിയിലേക്കും, അടിമത്തത്തിലുള്ളവർ അടിമത്തത്തിലേക്കും കർത്താവ് അരുളി ചെയ്യുന്നു. വാളിനുള്ളവർ വാളിലേക്കും, മഹാമാരിയുള്ളവർ മഹാമാരിയിലേക്കും, പട്ടിണി കിടക്കുന്നവർ പട്ടിണിയിലേക്കും പോകാൻ കർത്താവ് ഓർഡർ തരും. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയല്ലേ? കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും എതിർത്ത് പറയാൻ പറ്റില്ല. കാരണം അവൻ ദൈവമാണ്. ലോകം മുഴുവൻ സൃഷ്ടിച്ച മുഴുവൻ ജനങ്ങളുടെയും സ്വർഗീയ പിതാവിൻ്റെ പുത്രനാണ് യേശുനാഥൻ. അവരിൽ നിന്നും ഒന്നും മറഞ്ഞിരിക്കുകയില്ല. നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റും, നമുക്ക് സന്തോഷ വാക്കുകൾ അവരോട് പറയാൻ പറ്റും. പക്ഷേ പ്രവർത്തിക്കേണ്ടതാരാ? കർത്താവാണ്. നമ്മൾ പ്രാർത്ഥിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു ആ കുടുംബത്തിന് വേണ്ടി വളരെയധികം ദാഹിച്ച് പ്രാർത്ഥിച്ചു കുടുംബം. പക്ഷേ കർത്താവ് കേൾക്കുന്നില്ല. ഫലം തരേണ്ടത് കർത്താവാണ്, ഞാനാണോ? അല്ല, ഞാൻ വേറെ ഒരു ഉപകരണമാണ്, ഉണക്കമരമാണ്. കർത്താവ് എന്നെ നിർത്തിയിരിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് പറയുന്നു, നീ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, പ്രാർത്ഥിക്കണ്ട, ഞാൻ അവരോട് കരുണ കാണിക്കില്ല. നീ എന്ത് തന്നെ പ്രാർത്ഥിച്ച് ചിന്തിച്ചാലും ശരി, ഞാൻ ഇടപെടുമെന്ന് കർത്താവ് പറഞ്ഞാൽ അതിലൊന്നും പറയാൻ നമുക്ക് വകുപ്പില്ല. കർത്താവ് സംസാരിക്കണം. കണ്ട, വചനം തന്നെയാണ്. ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, 4 തരം വിനാശകരെ ഞാൻ അവരുടെ മേൽ അയക്കും. വീണ്ടും കർത്താവ് പറയുന്നു, 4 തരം വിനാശക്തികളെ ഞാൻ അവരുടെ മേൽ അയക്കും. വധിക്കാൻ വാൾ, പിച്ചി ചീന്താൻ നായ്ക്കൾ. കർത്താവ് കോപിച്ചിട്ട് പറയുന്നുണ്ട്, വധിക്കാൻ, കൊല്ലാൻ വാൾ, കടിച്ച് കീറി മുറിക്കാൻ പട്ടി, നായ്ക്കൾ, കടിച്ചു കീറാനും നശിപ്പിക്കാനും ആകാശത്തിലെ പറവകൾ, കഴുകന്മാർ. ശവം എവിടെയുണ്ടോ അവിടെ കഴുകൻ കടന്നു വരും. ഹല്ലേലൂയ. ഭൂമിയിലെ ഇഴജന്തുക്കളും, പാമ്പ്, പല്ലി, പഴുതാര, അല്ലേ, തേള്, അങ്ങനെയുള്ള സാധനങ്ങൾ, ഇഴജന്തുക്കൾ, ഇതിനെയൊക്കെ വിടുമെന്ന് പറയണം. ഇത്ര കോപത്തിലാണ് കർത്താവ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ കുടുംബത്തെ പറ്റി ഞാൻ അന്വേഷിച്ചിരുന്നു. അവിടുത്തെ മക്കള് 3-4 പേരുണ്ട്, 3-5 പേരുണ്ട്. അതിൽ 1-2 പേര് 10-40 വർഷമായിട്ട് പള്ളി പോയിട്ടില്ല. 40 വർഷം കുമ്പസാരമില്ല, പള്ളിയില്ല, ഇട്ടക്കാരനുമില്ല. വെറുപ്പാണ് പള്ളി എന്ന് പറഞ്ഞാൽ. അമ്പലത്തിൽ പോകാൻ
ആലോചിച്ച് നോക്കി. അറിയുന്ന ദൈവത്തെ ആരാധിക്കാതെ അറിയാത്ത ദൈവന്മാരെ ആരാധിക്കാനായിട്ട് അതുകൊണ്ട് കർത്താവ് അവരിൽ നിന്നും മുഖം തിരിച്ചു കളഞ്ഞു. കാരണം എന്താണെന്നറിയാമോ? അവൻ്റെ തലയിൽ മാമുദീസ വെള്ളം വീണപ്പോൾ ദൈവമായ കർത്താവ് പരിശുദ്ധാത്മാവിനെ കൊടുത്തിരുന്നു. അതിനെ അവർ തട്ടിക്കളഞ്ഞു. എന്നിട്ട് അവർ വേറെ വഴിയെ പോയി. ഞാൻ അവരായിട്ട് ഒരിക്കലും സംസാരിച്ചു, കർത്താവിൻ്റെ വചനം വായിക്കണം, പള്ളിയിൽ പോകണം. അപ്പോൾ പറഞ്ഞ് കർത്താവ് എന്ന് പറഞ്ഞ ഒരാളില്ല, അത് അന്നേ മരിച്ചു പോയിട്ട് കുഴി തോണ്ടി കുഴിച്ചിട്ട് പിന്നെ ഞാൻ പൊങ്ങി വന്നിട്ടില്ല. എന്താ അവരോട് പറയാം? ഞാനൊന്നും വിട്ടില്ല, ഞാൻ ചിരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഭൂമിയിൽ ഇതൊക്കെ ഇങ്ങനെ വളരണം, വെയിലും വെളിച്ചവും നമുക്ക് ആഹാരവും ഇതൊക്കെ തരുന്നുണ്ടല്ലോ, അതാരാണ്? അപ്പോൾ അവൻ പറയണത് അത് മഴയാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. മഴയെ ദൈവമായി കാണുന്ന ഒരു കൂട്ടം മനുഷ്യർ ജീവിക്കുന്ന ദൈവത്തെ, കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് വിഗ്രഹാരാധന, കർത്താവ് സൃഷ്ടിച്ചതിനെ ദൈവമായി കാണുന്ന ഒരുപാട് സഹോദരന്മാർ നമ്മുടെ ഇടയിലുണ്ട്. കർത്താവ് എന്താ പറയണത്? ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. പ്രസവിക്കാം 4-ാം വാക്യം. ഞാൻ അവരെ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും വസ്തുവായി മാറ്റും. ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും അവയെ ഒരു വസ്തുവാക്കി ഞാൻ മാറ്റിക്കളയും. കർത്താവ് പറയും കോപത്തോട്. ഹല്ലേലൂയ. യുദ്ധരാജാവായ എസെക്കിയേൽ രാജാവിൻ്റെ മകനായ മാനാസെ ജെറുസലേമിൽ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങളുടെ ഫലമാണിത്. കർത്താവ് ഉപമയിലൂടെ വചനത്തിൽ എഴുതി വച്ചേക്കും. ജെറുസലേമിൽ ചെയ്തു പോയ അകൃത്യങ്ങൾ, കുറ്റങ്ങൾ, കുറ്റബോധം, ചെയ്യാൻ പാടില്ലാത്ത, കർത്താവിനൊന്നും ചെയ്യാൻ പാടില്ലാത്ത ചില തിന്മയുടെ പ്രവൃത്തികൾ കാരണം ആണ് ഈ ഫലം മുഴുവനും നിനക്ക് തരാൻ പാടുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. 5-ാം വാക്യം. കർത്താവ് അരുളി ചെയ്യുന്നത്, ജെറുസലേം ആരും നിന്നോട് കരുണ കാണിക്കും. ജെറുസലേം ആരാണ് നിന്നോട് കരുണ കാണിക്കുക? ആരും ഉണ്ടാവില്ല. ആരും നിന്റെ മേൽ സഹതാപം പ്രകടിപ്പിക്കും. ആര് നിന്റെ മേൽ സഹതാപം പ്രകടിപ്പിക്കും? കാരണം കർത്താവിന് മുമ്പിൽ അവൻ തിന്മ പ്രവർത്തിച്ചിരിക്കണം, വളരെ ഭയങ്കര തിന്മ. അത് കർത്താവ് കാണുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്തൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടും ആ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ല. അവസാനം ഞാൻ ഈ ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ വന്നിട്ട് കുരിശിൽ കിടക്കുന്ന യേശുനാഥൻ്റെ മുറിവേറ്റ ശിരസ് മുതൽ പ്രഭാതം വരെയുള്ള ഓരോ മുറിവിലോടും അവരുടെ ഓരോ മുറികളിലും കടലപ്പടിയും ജനലൊക്കെ തിരുരക്തം കൊണ്ട് കഴിയണമേ എന്ന്, യേശുവിൻ്റെ ശരീരത്തിൽ നിന്നൊഴുകുന്ന തിരിച്ചോരയാൽ കഴിയണമേ എന്നാണ് ബന്ധിച്ച് പ്രാർത്ഥിച്ചത്. അവൻ്റെ ദൈവദൂതൻ പോയി അവരെ ബന്ധിക്കണം, കരുണയായിരിക്കണം, അവരുടെ അയൽവക്കമൊക്കെ. പക്ഷെ കിട്ടിയ വചനം വേദനിപ്പിക്കുന്ന വാക്കുകളാണ് കർത്താവ്. അടുത്ത വാക്കും, നിന്റെ ക്ഷാമം അന്വേഷിക്കാൻ ആര് നിൽക്കും? നിന്റെ ക്ഷാമം അന്വേഷിക്കാൻ ആര് നിൽക്കും? നീ വിഗ്രഹത്തെ ആരാധിച്ചു പോയില്ലേ? അവിടെ പോയി ആരാധിക്കും. അതിനാണ് അതിൻ്റെ അർത്ഥം. അവർ തരും. അവളോട് ചോദിച്ചു നോക്ക്, നിനക്ക് രോഗം വന്നു, നീ അവിടെ പോ, അവർ തരോ ഇല്ലെന്ന് നോക്ക്. നിനക്കൊരു കഷ്ടത വന്നു, നിനക്ക് ഒരു മഹാമാരി വന്നു, നീ അവിടെ പോയി ആരാധിക്കും. അവർ എന്താ തന്നെ നോക്ക്. അങ്ങനെയൊക്കെയാണ് കർത്താവ് പറയണത്. ഹല്ലേലൂയ. നീ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, നീ എന്നെ
ഉപേക്ഷിച്ചിരിക്കുന്നു. അവൻ പണ്ട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇങ്ങനെ, കർത്താവ് എന്നൊരു വ്യക്തി ദൈവമൊന്നുമില്ല. അവൻ തീർത്ത് എന്നെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ്, ഈ വചനം എഴുതിയിട്ടുണ്ടല്ലോ, ഉൽപ്പത്തി മുതൽ വെളിപാട്, അതൊക്കെ വായിക്കണ്ട. അത് ഞാൻ വായിക്കാറുണ്ട്. അതൊന്നും നോക്കണ്ട, ഇങ്ങനെ ഒരു വ്യക്തിയില്ലെന്ന് അവൻ പറഞ്ഞു. അതാണ് ഇപ്പോൾ കർത്താവ് പറയുന്നത്, നീ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് പുറംതിരിഞ്ഞു. കർത്താവിൻ്റെ മുമ്പിൽ അവൻ പുറം തിരിഞ്ഞു കളഞ്ഞു. അതുകൊണ്ട് ഞാൻ നിനക്കെതിരെ കൈ നീട്ടി നിന്നെ നശിപ്പിച്ചു. കർത്താവ് പറയുന്നത് വേണ്ട, അവൻ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ട് വലിയ കാര്യമുണ്ട്. കർത്താവ് എന്താ പറയുന്നത് നോക്കി, ഞാൻ നിനക്കെതിരെ കൈ നീട്ടി നിന്നെ ഞാൻ നശിപ്പിച്ചു, ദയ കാണിച്ച ഞാൻ മടുത്തു, നിന്നോട് ദയ കാണിച്ച് ഞാൻ മടുത്തു. കർത്താവ് പറയണം നോക്കിയേ, ഇതുമാത്രം കർത്താവ് ക്ഷമിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് പറയുന്നത്? അവൻ്റെ മാതാപിതാക്കൾ ജനിച്ചപ്പോൾ ബലിപീഠത്തിൽ കൊണ്ടുപോയി മാമോദീസ വെള്ളം ഒഴിച്ചതാണ്. കർത്താവ് തീറ്റി കൊണ്ടുവന്നു. അറിവും ബുദ്ധിയും ഇച്ചിരി വിദ്യാഭ്യാസം വന്നപ്പോഴത്തേനും ദൈവമായ കർത്താവിനെ അങ്ങോട്ട് മറന്നു കളഞ്ഞു. പിന്നെ അവൻ്റെ ഇഷ്ടമായി, അവൻ്റെ വഴിയായി. ആരെന്നെ കാണും, ഭിത്തി എനിക്ക് പറ, അല്ലേ, ഭിത്തി എനിക്ക് പറ, ഞാൻ എൻ്റെ തന്നിഷ്ടം നിറവേറ്റും. ആരെന്ത് ചെയ്യാൻ എന്നൊക്കെ തന്നിഷ്ടം പോലെ നടന്നു. ഇപ്പോൾ ഒരു വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുക. അതങ്ങനെ വരൂ. ലാസ്റ്റ് ചോരത്തിളപ്പുള്ളപ്പോൾ നമ്മൾ തുള്ളിച്ചാടി അഹങ്കാരത്തോടെ നടക്കും. എന്നും അങ്ങനെ ഇരിക്കുമോ? ഒരു കാലത്ത് നീ തിരിച്ചു വരും. അപ്പം കർത്താവ് മോഹം പറയും. കർത്താവ് പറയണ കണ്ട എന്താണ്? ദയ കാണിച്ചു ഞാൻ നിന്നോട് മടുത്തു. പല വിധത്തിലും കർത്താവ് അവനോട് ദയ കാണിച്ചു. പലരും പറഞ്ഞിട്ടുണ്ടാവും, പള്ളിയിലൊക്കെ പോകണം കേട്ടാ, കർത്താവിനെ അറിയണം, അവൻ്റെ ശരീരം ഭക്ഷിക്കണം, കുമ്പസാരിക്കണം. 10-30-40 വർഷം കുമ്പസാരിക്കാണ്ട്, പള്ളിയിൽ പോകാതെ, യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കാതെ, മുറിയിൽ തന്നെ ടി വിയും കണ്ട് ജോലിക്കൊക്കെ പോയി തുള്ളിച്ചാട് നടന്നപ്പോൾ ഒന്നും അറിഞ്ഞില്ല. ഇപ്പം അവിടെ മാറാൻ തുടങ്ങി. എന്നാൽ അതിന് കർത്താവ് വഴി കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ. 7-ാം വാക്യം, അവരുടെ നാട്ടിലെ പട്ടണങ്ങളിൽ വെച്ച് വിശ്രമം കൊണ്ട് ഞാൻ അവരെ പറ്റി ഉറ്റവരും ഉടയവരുമായ അവരുടെ വേദന അവരിൽ ഞാൻ ഉളവാക്കി. അവരുടെ വേദനകൾ ഞാൻ അവർക്ക് തന്നെ ഉളവാക്കി കളഞ്ഞു. എൻ്റെ ജനത്തെ ഞാൻ നശിപ്പിച്ചു, എന്നിട്ടും അവർ താങ്കളുടെ വഴികളിൽ നിന്നും പിന്തിരിഞ്ഞില്ല. എല്ലാം കർത്താവ് ഒന്ന് അടച്ചൊക്കെ നോക്കി, എന്നിട്ടും അവർ തിരിച്ചു വന്നില്ല കർത്താവിലേക്ക്. അന്നും ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുമായിരുന്നു പറഞ്ഞ കർത്താവ്, അപ്പോഴും അവർ തിരിഞ്ഞില്ല. അവർ മുറുകെ പിടിച്ചിട്ടിരുന്നു. അതൊരു പൈശാചിത്വമാണ്. അവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കി വന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. അവരെ വിധവകളുടെ സൗഖ്യം കടൽ തീരത്തെ മണലിനേക്കാൾ ഞാൻ വർദ്ധിപ്പിച്ചു. അവരുടെ വിധവകളുടെ സംഖ്യ കടൽ തീരത്ത് മണൽ തരികൾ ഞാൻ വർദ്ധിപ്പിച്ചു. യുവാക്കന്മാരും മാതാപിതാക്കന്മാരും നട്ടുച്ചയ്ക്ക് ഞാൻ വിനാശനെ അയച്ചു. കർത്താവ് കുറേ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ കുമ്പസാരമില്ല, പള്ളിയില്ല, പട്ടക്കാരം ഇല്ലാണ്ടൊക്കെ ജീവിക്കുമ്പോൾ കർത്താവ് നമ്മളെ കുറേ വിനാശിനെയും രോഗവും കഷ്ടപ്പാടും ഞെരുക്കും സമ്പത്തില്ലായ്മയൊക്കെ കൊണ്ട് അങ്ങനെ വളയ്ക്കും കർത്താവ്. അതൊക്കെ കർത്താവ് ചെയ്തു. എന്നിട്ട് അവർ കട്ടുംപിടുത്തം പിടിച്ച് പട്ടിണിയെങ്കിൽ പട്ടിണി, രോഗമെങ്കിൽ രോഗം, ഇതൊക്കെ വന്നിട്ടും അവർ അനുഭവിച്ചില്ല. പക്ഷേ ഇപ്പം അങ്ങോട്ട് വല്ലാണ്ട് കയറിപ്പോയി. കഠിന വേദനയും ഭീതിയും അവിടെ മേൽ പെട്ടെന്ന് പതിക്കാൻ
ഞാൻ ഇടയാക്കി. കണ്ടോ, ഇടയാക്കി. പെട്ടെന്ന് പതിക്കാൻ ഞാൻ അവരെ ഇടയാക്കി. എന്നിട്ടും അവർ തിരിച്ചു വന്നില്ല. അവരെ തന്നിഷ്ടം പോലെ നടന്നു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അവൻ്റെ കണ്ണുകൾ കൊണ്ട് അവർ കാണുന്നത്. ഹല്ലേലൂയ. ആരാണെന്ന് ഞാൻ പറയുന്നില്ല. 7 മക്കളുടെ അമ്മയായവൾ ക്ഷീണിച്ചു. ഈ മക്കളുടെയൊക്കെ ടെൻഷനും കുറവുകളൊക്കെ കണ്ട് ഈ അമ്മ അങ്ങോട്ട് ക്ഷീണിച്ചു. പിന്നെ പറയണത് ക്ഷീണിച്ച് തളർന്നു. അവൾ അന്തിശ്വാസം വലിച്ചു. ഈ അമ്മേനെ പറ്റി പറയണം. ക്ഷീണിച്ച് തളർന്നു അവൾ അന്തിശ്വാസം വലിച്ചു. ഈ അമ്മയുടെ പേരിൽ കുറ്റമുണ്ട്. ചെറുപ്പത്തിലേ ഉള്ള മക്കളോടുള്ള പരിശീലനം ഉണ്ടല്ലോ, എല്ലാം കൊടുത്തു. പണമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കർത്താവിനെ കൊടുത്തില്ല, ദൈവവചനം കൊടുത്തില്ല, ബലിപീഠം കൊടുത്തില്ല. അതിൻ്റെ അനുഭവം ഈ അമ്മയുടെ കണ്ണുകൊണ്ട് തന്നെ കാണി മക്കൾ കിടന്ന് കാണിക്കുന്നത്. എന്നിട്ട് ഈ മകൻ എന്താ പറയണമെന്ന് നോക്കിയോ ലാസ്റ്റ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യുവാക്കന്മാരുടെയും മാതാക്കളുടെ മേൽ നട്ടുച്ചയ്ക്ക് ഞാൻ വിനാശകനെ അയച്ചു. കഠിനവേദനയും ഭീതിയും അവരുടെ മേൽ പെട്ടെന്ന് പതിക്കാൻ ഞാൻ ഇടയാക്കി. 7 മക്കളുടെ അമ്മയായ അവൾ ക്ഷീണിച്ചു തളർന്നു. അവൾ അന്തിശ്വാസം വലിച്ചു. പകൽ നേരത്തെ തന്നെ അവളുടെ സൂര്യൻ അസ്തമിച്ചു. പകല് പെട്ടെന്ന് സൂര്യൻ അസ്തമിച്ചു. ഇരുട്ടായിപ്പോയി. അവളുടെ കണ്ണിലാട്ടാ, അമ്മയുടെ. എന്തുകൊണ്ടാ? കൊടുക്കേണ്ടത് കൊടുത്തില്ല. ചില കുടുംബങ്ങൾ ഇങ്ങനെയുണ്ട്, എല്ലാം മേടിച്ചു കൊടുക്കും, ആവശ്യമുള്ളതൊക്കെ. പക്ഷേ കർത്താവിനെ കൊടുക്കില്ല, കർത്താവിൻ്റെ ബലിപീഠം കൊടുക്കില്ല, കർത്താവിൻ്റെ കുമ്പസാരം കൊടുക്കില്ല, കുടുംബ പ്രാർത്ഥനയിൽ കയറില്ല. ഇങ്ങനെ 4 മേഖലകൾ ഒരു പെറ്റ അമ്മ കാണിക്കുന്നില്ലെങ്കിൽ മക്കളോട് അവരുടെ ജീവിതം നശിച്ചു പോകും. അപ്പനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ, ജന്മം കൊടുത്തതുകൊണ്ട് മാത്രം മക്കളാവില്ല. അവർക്ക് 4 മേഖലകളെ കൊടുത്തിരിക്കണം. 1 കുടുംബ പ്രാർത്ഥന, കുട്ടുകുത്തിക്കണം ചെറുപ്പത്തിലെ, അപ്പോൾ അത് വലുതാകുമ്പോഴും ഉണ്ടാവും. 2 പള്ളിയിൽ പോയി കുമ്പസാരിക്കണമെന്ന് പറയണം. കുമ്പസാരിച്ച് വന്നു കഴിയുമ്പോൾ കുമ്പസാരിച്ചെന്ന് ചോദിക്കണം. 3 കുർബാനയിൽ പങ്കെടുത്തോന്ന് ചോദിക്കണം. ഇല്ലെങ്കിൽ കുമ്പസാരിച്ചുണ്ടാവും. കുമ്പസാരിച്ച് കഴിയുമ്പോൾ പള്ളിയിൽ നിന്ന് പുറത്ത് പോയിട്ട് വായി നോക്കി നിൽക്കും എവിടെയെങ്കിലും. അവ ചോദിക്കണം, കുമ്പസാരിച്ച കുർബാന ആയിക്കൊണ്ട. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കണം. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാൽ ബൈബിൾ വായിച്ച ഇത് 4 കൊടുക്കണം ഒരു മകനും മകൾക്കും. അപ്പം വഴിതെറ്റി പോവില്ല. ഇതുപോലെ കർത്താവ് സംസാരിക്കില്ല. നമ്മൾ ആ മക്കൾക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് വചനം തുറന്നിട്ടുണ്ടെങ്കിൽ നല്ല വചനങ്ങൾ കർത്താവ് നമ്മളോട് സംസാരിക്കും. കർത്താവ് നമ്മളോട് സംസാരിക്കും. നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. തീ ജ്വാലയിൽ കിടന്നാലും നിനക്ക് പൊള്ളലേക്കില്ല. പുഴയിലൂടെ ജലത്തിലൂടെ കടന്നു പോയാലും നിന്നെ ജലം മുക്കിക്കളയില്ല എന്നത് കർത്താവ് കണ്ണിലെ കൃഷ്ണമണി പോലെ ഓരോ മകനെയും മകളെയും കാണും. കർത്താവ് ഇവിടെ പറയണത് എന്താണ്? നിന്റെ ഓരോ കാര്യം ചെയ്ത് ഞാൻ മടുത്തുന്ന പറയണം കർത്താവ്. മടുത്തു കർത്താവ്. അപ്പത്തിനെ കർത്താവ് കൈയൊഴിഞ്ഞു പോയി. എന്ത് ചെയ്യാനും? ഹല്ലേലൂയ. ലജ്ജയും അപമാനവും മാത്രം അവൾക്ക് അവശേഷിച്ചു. എന്താ? അമ്മേനെ പറ്റിയാണ് പറയണത്. ലജ്ജയും അപമാനവും അവൾക്ക് അവശേഷിച്ചു. വേറെ ഒന്നും കിട്ടിയില്ല മക്കളിൽ നിന്ന്. എന്തുകൊണ്ടാണ്? കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ല. ശേഷിച്ചിരിക്കുന്നവരെ ഞാൻ അവരുടെ ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് വാളിനിരയാക്കും. കർത്താവ് പറയുന്നുണ്ട്, ആ കുടുംബത്തിന് വേണ്ടി ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാണ്. അനുഗ്രഹിക്കണേ, തെറ്റിപ്പറ്റിപ്പോയി കർത്താവെ, ക്ഷമിക്കണേ. വചനം വായിക്കുമ്പോൾ തന്നെ പറയണം, അവരുടെ കാര്യം എന്ത് തന്നെ പറഞ്ഞ് നീ എന്നോട് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ അവർക്ക് കരുണ കാണിക്കില്ല, ചെയ്യില്ല. പൊയ്ക്കോളണം എൻ്റെ മുമ്പിൽ നിന്ന്, എന്നെ ആട്ടിയിൽ നിർത്താം. ഹല്ലേലൂയ. യേശുവേ നന്ദി,
യേശു ആരാധന. ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് വാളിനിരയാക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. എന്താ പറയാല്ലേ, കർത്താവിനെ അരുളി ചെയ്യുന്നു. ഉടനെ 10-ാം വാക്യം, മകൻ പറയേ, എൻ്റെ അമ്മേ, എനിക്ക് ദുരിതം. നാട്ടിലെങ്കും കലഹത്തിനും കലാപത്തിനും കാരണക്കാരനാകാൻ എന്നെ നീ എന്തിന് പ്രസവിച്ചു? കാരണക്കാരനാകാൻ എന്നെ നീ പ്രസവിച്ചത് എന്തിന്? അമ്മയോട് മകൻ ചോദിക്കുന്നുണ്ട്. എൻ്റെ അമ്മേ, ഒന്നുകൂടെ വായിക്കാം, 10-ാം വാക്യം. എൻ്റെ അമ്മേ, എനിക്ക് ദുരിതം. മകൻ അമ്മയുടെ അടുത്ത് എന്ന് പറയണം. ഇതാണ് ഓരോ കുടുംബത്തിലും ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ അവർ പ്രായമാകുമ്പോൾ ഒരു വയസ്സാകുമ്പോഴത്തേന് ഈ അമ്മയുടെ അടുത്തും അപ്പൻ്റെ അടുത്തും വന്നിട്ട് ചോദിക്കാൻ പോണ ചോദ്യം ഈ ചോദ്യമായിരിക്കും. ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. എൻ്റെ അമ്മേ, മകൻ ചോദിക്കുന്നു, കലാപത്തിനും കാരണക്കാരനാകാൻ, വഴക്കിനും വെറുപ്പിനും ദേഷ്യനും അടിപിടിക്കൊക്കെ കാരണക്കാരനാകാൻ എന്നെ നീ പ്രസവിച്ചത് എന്തിന്? ചോദിക്കുന്ന ചോദ്യം കണ്ട. എനിക്ക് നീ എന്തിന് ജന്മം നൽകി? അപ്പനോട് അങ്ങനെ ചോദിക്കും. ഞാൻ കടം കൊടുത്തിട്ടില്ല, കടം വാങ്ങിയിട്ടുമില്ല, എന്നിട്ടും എല്ലാവരും എന്നെ ശപിക്കുന്നു. മകൻ പറയുന്നു. ഹല്ലേലൂയ. അവസാനം ഇതാണ് ഒരു മാതാപിതാക്കൾക്ക് കിട്ടുന്ന ഗതി. ആരെയും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ തന്നെയാണ് നമ്മളെ മക്കളെ ചീത്തയാക്കുന്നത്. മീശ വെച്ച് കഴിയുമ്പോൾ പിന്നെ മാതാപിതാക്കൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. അത് ചെറുപ്പത്തിലേ കൊടുക്കണം. 1-ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുമ്പോഴേ പിള്ളേരെ നമ്മൾ കർത്താവിലേക്ക് പരിശുദ്ധമ്മയുടെ മുമ്പിലെ ഹൃദയം വളർത്തണം. ക്ലാസ്സിൽ പോകുമ്പോൾ കുരിശ് കഴിച്ചിട്ട് പോകാമെന്ന് പറയണം. തിരിച്ചു വരുമ്പോൾ കർത്താവിന് നന്ദി പറയണമല്ലോ, അങ്ങനെയൊക്കെ പറയണം. നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ കർത്താവിനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓരോ മക്കൾക്കും കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ വഴി പോകില്ല. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? നീ എന്തിനാണ് എന്നെ പ്രസവിച്ചതെന്ന് ചോദിക്കും അമ്മേനോട്. അപ്പനോട് ചോദിക്കും, നീ എന്തിനാ എനിക്ക് ജന്മം നൽകിയത്? ഞാൻ കണ്ടത് കാണിക്കണ കണ്ടില്ലേ? വെറുതെ മിണ്ടാൻ പറ്റുമോ അപ്പനെ? വെറുതെ മിണ്ടാൻ പറ്റുമോ അമ്മയ്ക്ക്? ഒന്നും പറ്റില്ല. അവിടെ ഉത്തരം മുട്ടിപ്പോവും. എന്തുകൊണ്ടാണ്? ജീവിക്കുന്ന ദൈവത്തെയും ദൈവമായ കർത്താവിനെയും ജീവിക്കുന്ന പരിശുദ്ധ അമ്മേനെയും നമ്മൾ കൊടുക്കാണ്ട് വന്നാലുള്ള ഗതി ഇതാണ്. ഓരോ മക്കളുടെയും ജീവിതത്തിൽ ഉപ്പാണ്. ഉപ്പ് ഇല്ലാതെ വലുതും കറികളോ വലുതും കഴിക്കാൻ പറ്റും. കർത്താവിൻ്റെ അമ്മയും നമ്മുടെ ജീവിതത്തിൽ ഒരു ഉപ്പായി മാറണം, ഒരു വെളിച്ചമായി മാറണം. അപ്പോഴാണ് നമുക്ക് അനുഗ്രഹമുണ്ടാകുക. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും, നീ എന്തിനു എന്നെ പ്രസവിച്ചു? അപ്പ നീ എന്തിനു എനിക്ക് ജന്മം നൽകി? എനിക്ക് അവരുടെ മുമ്പിൽ നോക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ അവനൊരു കൊലപാതകയായിട്ടാണ് മാറും. യേശുവേ നന്ദി, യേശുവേ ആരാധന. എന്നാൽ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കൊന്നുകൂടെ ശ്രദ്ധിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ. കർത്താവ് ഇപ്പോൾ ആ മകനോട് സംസാരിക്കുകയാണ്. പക്ഷെ വൈകിപ്പോയി. ഇപ്പോൾ ആര് പറഞ്ഞാലും കേൾക്കില്ല. കാരണം 60-50 വയസ്സായി. അപ്പോഴാണ് അടി കിട്ടാൻ തുടങ്ങിയത് സാത്താൻ കയറി. അപ്പോഴത്തേനും വൈകിപ്പോയി. എന്നാലും കർത്താവ് പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നും പുനർസ്ഥാപിക്കും. വിലകെട്ടത് പറയാതെ സദ്വചനങ്ങൾ മാത്രം പറയാൻ സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. കർത്താവ് പറയുന്നു, വിലകെട്ടത് പറയാതെ കർത്താവിൻ്റെ വചനത്തിലേക്ക് വന്നിട്ട് കർത്താവിൻ്റെ നാവ് പോലെ, കർത്താവിൻ്റെ സ്വരം പോലെ കർത്താവ് നമ്മളെ ഏറ്റെടുത്ത് മാറ്റും. ഹല്ലേലൂയ. അവർ നിൻ്റെ അടുക്കിലേക്ക് വരും. ആര്? ഓരോരുത്തർ തല്ലിക്കൊല്ലാനൊക്കെ പോയില്ലേ? അവരെല്ലാവരും കർത്താവ് തിരിച്ചുകൊണ്ടിരും. മനുഷ്യൻ തിരിച്ചുകൊണ്ടിരില്ല. മനുഷ്യൻ വേറെ ഒരു 10 പേരുടെ കൂട്ടിക്കൊണ്ടുവരും. കൊല്ലടാവുന്ന അടിയിടാവുന്ന കർത്താവ് വെട്ടിപ്പിളരും. എൻ്റെ മോനെ, എൻ്റെ മോളെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ശങ്കിനോട് അവൻ്റെ ഇടുപ്പിനോട് വാരിപ്പിളരും. അവനോട് ചേർന്ന്. മനുഷ്യനിൽ ആശ്രയിച്ചാല
അവൻ ഇരുട്ടടി അടിക്കും, ഇരുട്ടിട്ടിട്ട് അടിക്കും കോട്ടിയിൽ. ഒരിക്കലും ഒരു മനുഷ്യനെയും നമ്മൾ ആശ്രയിക്കാൻ പാടില്ല, കർത്താവിൽ ആശ്രയിക്കുക. അത് കഴിഞ്ഞിട്ട് വേണം മനുഷ്യനിലേക്ക്. കർത്താവ് പറയണണ്ട, എന്നാൽ നീ തിരിച്ചു വന്നാൽ വില കെട്ടത് പറയാതെ, ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊക്കെ പറയാതെ കർത്താവിൻ്റെ വചനമൊക്കെ വായിച്ചാൽ എൻ്റെ നാവ് പോലെ നിൻ്റെ നാവിനെ ഞാൻ മാറ്റുമെന്ന് കർത്താവ് വാഗ്ദാനം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അവർ നിൻ്റെ അടുക്കിലേക്ക് വരും, നീ അവരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോവുകയില്ല. അവരുടെ അടുക്കിലേക്ക് വരും, നീ അവരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോകില്ല. കാരണം അവർ ഗുണ്ടകളാണ്, അവർ വൃത്തികെട്ടവരായിരിക്കും, വഴിതെറ്റിക്കുന്നവരായിരിക്കും. ഇപ്പം നിൻ്റെ കയ്യിൽ കുറച്ച് കാശൊക്കെ ഉണ്ടെന്ന് കാണുമ്പോഴത്തേനും അവർ വരും. അപ്പം നീ എന്ത് ചെയ്യും? നീ കർത്താവിലേക്ക് തിരിച്ചു വന്നു. അപ്പം നീ അവരെ വിളിച്ചാൽ പോവുകയില്ല. ഈ ജനത്തിന് മുൻപിൽ ഒരു പിത്തള കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ വിജയിക്കുകയില്ല. ഉണ്ടാ, നേരത്തെ ഉണ്ടായിരുന്ന കൂട്ടുകെട്ടൊക്കെ വീണ്ടും വരും, അവർ യുദ്ധം ചെയ്യും, പക്ഷേ വിജയിക്കില്ല. എന്താണ്? കർത്താവ് നിന്റെ കൺമുമ്പിലുണ്ട്, അവൻ യുദ്ധം ചെയ്തോളും. നീ ശാന്തനായിരുന്നാൽ മതി. അവർ വിറച്ച് ഓടിക്കളയും. ഇവനെന്താണ് മാറ്റം വന്നാകണം, ഇവൻ തിരിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട്. ഹല്ലേലൂയ. എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവ് പറയണ്ട, നിന്നെ രക്ഷിക്കാനും ജീവിപ്പിക്കാനും വഴി നടത്താനും ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട. എപ്പോഴാണെന്നറിയാമോ? കർത്താവിലേക്ക് തിരിയുമ്പോൾ. മനുഷ്യനിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ ഓടുമാരിലൂടെ എല്ലാം തീർന്ന് സീറോ ആയി കഴിയുമ്പോഴത്തേനും നിന്നെ കണ്ടമെടുക്കണ്ടാവില്ല, അവർ പാടിപ്പിക്കണം. പക്ഷെ കർത്താവുണ്ടല്ലോ, അവൻ നിന്നെ അപ്പോഴും ഇപ്പോഴും കെട്ടിപ്പിടിച്ചിരിക്കും. നീ എൻ്റെ മോനാണെന്ന് പറയും. ചെളിയ മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും നിന്നെ ഞാൻ വിടുവിക്കും. ഉണ്ടാവും, ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും ഞാൻ നിന്നെ വിടുവിക്കും. എപ്പോഴാണെന്നറിയാമോ? കർത്താവിലേക്ക് തിരിയുമ്പോൾ. ഏതാണ് ദുഷ്ടൻ? വിശ്വാസം വ്യക്തിയിലൂടെ കടന്നു വരും. വിശ്വാസം നമ്മളറിയില്ല, നമ്മൾ വിചാരിക്കും അയ്യോ ഇവരെന്തൊരു സ്നേഹമായിരുന്നു, നേരത്തെ ആകായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ ദുഷ്ടനാണ് അവൻ പ്രവർത്തിക്കുന്നത്. തക്കം കിട്ടിയാൽ നിന്നെ കുഴിച്ചടിച്ചു പോയി വിടില്ല. ഹല്ലേലൂയ. അക്രമികളുടെ പിടിയിൽ നിന്നും നിന്നെ ഞാൻ വിടുവിക്കും. അക്രമികൾ നിന്നെ പൊക്കിക്കൊണ്ട് നടന്നവരൊക്കെ ഉണ്ടല്ലോ, ഒരു സമയം കഴിയുമ്പോൾ പിന്നെ അവരൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അക്രമികളാണ്. അവരൊന്നും വിശ്വസിക്കരുത്. ഒരാളെ കർത്താവിന് ഒന്നാം സ്ഥാനം, കർത്താവിനോട് ആലോചന ചോദിച്ചിട്ട് വേണം മുമ്പോട്ട് പോകാൻ. അപ്പം നീ രക്ഷപ്രാപിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവമായ കർത്താവെ, ആ കുടുംബത്തിന് വേണ്ടി ജപമാല ചൊല്ലി സമർപ്പിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്ന ജീവൻ്റെ വചനമാണ് ഞാൻ ഇപ്പോൾ ഈ വ്യാഖ്യാനിച്ചത്. കർത്താവെ കരുണയായിരിക്കണമേ. ആ കുടുംബവും കുടുംബത്തിലെ മക്കൾക്കെല്ലാം തെറ്റിപ്പറ്റി പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ക്ഷമിക്കണമേ. അവിടെ നിന്ന് ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ, ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശുവേ നീ പറഞ്ഞല്ലോ 7 70 പ്രാവശ്യം ക്ഷമിക്കുക. അതുപോലെ ഞാൻ ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണേ. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ആ കുടുംബത്തിലുള്ള അവരുടെ മേലുള്ള കോപം, മക്കളുടെ മേലുള്ള കോപം അവിടുന്ന് നീക്കിക്കളയണമേ. സ്നേഹമായിരിക്കണമേ. പിതാവായ ദൈവമേ, പുത്രൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുത്രൻ മകത്തപ്പെടുവാൻ ആ കുടുംബത്തെ രക്ഷിക്കണേയെന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി കൃപാസനമേ, വല്ലാടമേ, ദിശമാതാവേ, വേളാങ്കണ്ണി മാതാവേ, മഞ്ഞുമലമേ, കർമ്മല മാതാവേ, റോസാ മിശികാമേ, അമ്മയുടെ വിമല ഹൃദയം വഴി ഈ മക്കളെയും ഈ കുടുംബത്തെയും പൂർണ്ണമായി പുത്രന്റെ നാമത്തിൽ അമ്മയുടെ വിമല ഹൃദയം സമർപ്പിച്ചുകൊണ്ട് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് ഞങ്ങളുടെ സ്ത്രീയെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിന് ഫലമായി യേശുനാഥൻ അനുഗ്രഹിക്കപ്പെടണം. വിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വന്ന സമയത്ത് തമ്പുരാനോട് യേശുവിനമ്മേ. ആമേൻ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.